വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുറക്കുമ്പോൾ വയനാടിൻ്റെ പല ഭാഗങ്ങളിലും ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികൾ നിർമ്മിച്ച നോട്ട്ബുക്സും പഠനോപകരണങ്ങളുടെ ഭാഗമാകുമെന്നറിയുന്നു. പുൽപ്പള്ളി കൃപാലയ സ്പെഷ്യൽ സ്കൂളിലെ വിദ്യാർത്ഥികളാണ് നോട്ട്ബുക്ക് നിർമ്മാണത്തിന് പിന്നിൽ. അവധിക്കാലത്തെ സ്വയം തൊഴിലിലൂടെ ചെറിയ വരുമാനം നേടുകയാണ് ഇപ്പോഴീ കുട്ടികൾ. അജിത് സാബുവും ജോബിൻസും ദീപ തോമസും ടി അജിത്തും EC വനജയും ഉൾപ്പെടെ ഇപ്പോൾ അല്പം തിരക്കിലാണ്. വിദ്യാലയങ്ങൾ തുറക്കും മുമ്പ് ഈ പുസ്തകങ്ങൾ വിപണിയിൽ എത്തിക്കണം. 10,000-ഓളം നോട്ട് പുസ്തകങ്ങളാണ് കൃപാലയ സ്പെഷ്യൽ സ്കൂളിൽ നിന്ന് തയ്യാറാകുന്നത്. 18 വയസ്സിന് മുകളിലുള്ള 25ഓളം പേരാണ് നോട്ട് പുസ്തക നിർമ്മാണത്തിന് പിന്നിൽ. ഭിന്നശേഷി കുട്ടികൾക്ക് പ്രധാനമായിട്ടും 18 വയസ്സിന് മുകളിലുള്ള തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം കൊടുക്കുന്നു. 18 വയസ്സിന് താഴെയുള്ളവർക്ക് SRT കരിക്കുലം അനുസരിച്ച് അവർക്ക് പാഠ്യപദ്ധതികൾ കൊടുക്കുന്നുണ്ട്. ടീച്ചേഴ്സ് അതിനുവേണ്ടി പ്രത്യേകം ട്രെയിനിങ്ങിന് ഭാഗമാവുകയും അതനുസരിച്ച് കുട്ടികളെ പഠിപ്പിക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ കുട്ടികൾക്ക് പ്രത്യേകമായിട്ട് എപ്പിക്കുന്നുള്ളൊരു പഠന രീതി അസസ്മെൻറ്റ് ഉണ്ട്. അത് ഉപയോഗിച്ചാണ്, ടൂൾ ഉപയോഗിച്ചാണ് കുട്ടികളുടെ പഠനം നമ്മൾ നിലവാരം നിർണ്ണയിക്കുന്നതും കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതും. സ്കൂളുകളിലേക്കും കോളേജുകളിലേക്കുമുള്ള നോട്ട് ബുക്കുകൾ പ്രത്യേകം നിർമ്മിക്കുന്നുണ്ട്. ശിവകാശിയിൽ നിന്നാണ് പേജുകളും കവറുകളും എത്തിക്കുന്നത്. പേപ്പറുകൾ അടുക്കി വെച്ച് തുന്നിച്ചേർക്കുന്നതും പിന്നീട് മെഷീന്റെ സഹായത്താൽ പുസ്തകമാക്കി മാറ്റുന്നതും എല്ലാം വിദ്യാർത്ഥികൾ തന്നെ. അധ്യാപകരും ജീവനക്കാരും പിന്തുണയുമായുണ്ട്. ബുക്ക് ബൈൻഡിംഗ് സെക്ഷൻ എന്ന് പറയുമ്പോൾ കുട്ടികൾക്ക് തന്നെ പരിശീലനം നമ്മൾ ടീച്ചേഴ്സ് നേരത്തെ കൊടുത്ത് അവർക്ക് പ്രാക്ടീസ് കൊടുത്ത് നമ്മൾ അതിൻ്റെ മേൽനോട്ടം വഹിക്കുന്നത് മാത്രമുള്ളൂ. കുട്ടികൾ പേപ്പർ എണ്ണുകയും അതിനുശേഷം ബാക്കി അതിൻ്റെ പ്രോസസ്സെല്ലാം കുട്ടികൾ തന്നെ നിർവഹിക്കുകയാണ് ചെയ്യുന്നത്. ഇവരെ നമ്മൾ 2 മാസം അടച്ചിടുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ വരുന്നതിനാൽ തന്നെ ഇവരെ സ്കൂളിലോട്ട് നമ്മൾ വരുത്തുകയും ഇവരുമായിട്ട് എപ്പോഴും നമ്മളൊരു ഇൻട്രാക്ഷൻ സ്കൂൾ അധ്യാപകർ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. 1.5 പതിറ്റാണ്ടായി ഭിന്നശേഷി കുട്ടികൾ ഇവിടെ നോട്ട് പുസ്തകങ്ങൾ നിർമ്മിക്കുന്നുണ്ട്. പല സുമനസുകളും കമ്മീഷൻ കൂടാതെ പുസ്തകങ്ങൾ വിറ്റഴിച്ചു കൊടുക്കും. ലാഭവിഹിതത്തിന്റെ ഒരു പങ്ക് വിദ്യാർത്ഥികൾക്കാണ്. അവധിക്കാലം മറ്റു കുട്ടികൾ ആഘോഷിക്കുമ്പോൾ ഇവിടെയുള്ളവർ ആഘോഷത്തിനൊപ്പം തൊഴിലും ചെയ്യുന്നു എന്നതാണ് പ്രത്യേകത. ഇതെന്റെ രാജ്യം, ഇതെന്റെ മാതൃരാജ്യം, ഞാൻ പിറന്ന മണ്ണെനിക്ക് സ്വർഗരാജ്യം, മതേതരത്വ ചിന്തയാൽ പുണർന്നിടുന്ന ഭാരത, പെരുമയേറും പൈതൃകത്തിൻ നാടിതല്ല ഭാരതം. മനു ദാമോദരനൊപ്പം സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്.